വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്. ഇന്ന് ഗണേശ ചതുർത്ഥി. ഗണേശ ചതുർത്ഥിക്ക് മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് മോദക് അല്ലെങ്കിൽ കൊഴുക്കട്ട. ഇത് നമ്മളുടെ ഗണപതിക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ള വിഭവമാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. അതിനുവേണ്ടി ആദ്യം 3 അച്ച് വെല്ലമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതേപോലെ നല്ലോണം തിളപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് ഒന്ന് ക്രഷാക്കി ഏലക്ക ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് നാളികേരമാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വറുക്കുക. ഇനി ഇത് അത്യാവശ്യം ഡ്രൈ ആവണം, പക്ഷെ വല്ലാതെ ഡ്രൈ ആയി പോകരുത്. അപ്പം നമ്മളുടെ കൊഴുക്കട്ട അല്ലെങ്കിൽ മോദക് ഹാർഡായി പോവും. അപ്പോൾ കുറച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇതിനി ആറുമ്പോൾ ഒന്നുകൂടെ ഡ്രൈ ആവും കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് മോദക് ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാം. അതിന് വേണ്ടി ഇവിടെ 1 കപ്പ് മാവിന് ഞാൻ 1 കപ്പ് തന്നെ തിളച്ച വെള്ളം ഒഴിക്കണം. വെള്ളത്തിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടാണ് കേട്ടോ തിളപ്പിച്ചിരിക്കുന്നത്. അത് ഗ്രാജുവലി ആഡ് ചെയ്ത് നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മാവിലേക്ക് ആ ചൂടുവെള്ളം പിടിക്കുമ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ കുഴയ്ക്കലിലാണ് ഈ മോദകിൻ്റെ സോഫ്റ്റ്നെസ് വരുന്നത്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് സമയം എടുത്തിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടീസ്പൂൺ നെയ്യാണ്. അതും ഇട്ടിട്ട് കയ്യിലൊന്ന് നെയ്യ് ഗ്രീസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. 2-3 മിനിറ്റ് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാം. ഇതേപോലെ സോഫ്റ്റായിട്ടുള്ളൊരു ഡോ ആയിട്ട് കിട്ടും. ഇത് കണ്ടോ, കയ്യിലൊട്ടുന്നില്ല. ഈ ഒരു ഫോമിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഇതേപോലത്തെ ഒരു മോൾഡാണ്. ഇത് ആമസോണിലൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇതിൽ നന്നായിട്ട് നെയ്യ് ഗ്രീസ് ചെയ്യുക ഉള്ളിലേക്ക്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് മാവ് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ തമ്പ് വെച്ചിട്ട് നന്നായിട്ട് സൈഡിലേക്ക് എടുത്ത് കൊടുക്കാം. ഇത് വല്ലാതെ തിന്നാക്കി മാവ് വയ്ക്കരുത് കേട്ടോ, എന്നാൽ നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ സൈഡിലേക്ക് നന്നായിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് കുറച്ച് മാവ് വീണ്ടും എടുത്ത് മോൾ ഭാഗം ഒന്ന് സീൽ ചെയ്ത് കൊടുത്താൽ നമ്മുടെ മോദക്ക് നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇനിയൊന്നുമില്ല, ഇങ്ങനെ എല്ലാ മോദക്കും ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആവിയിൽ ഇത് വേവിച്ചെടുക്കാം. ഫില്ലിങ് നിറയ്ക്കുന്ന സമയത്ത് ഇത്തിരിയൊക്കെ ലീക്കായാലും കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല. ഞാൻ ഇങ്ങനെയാണ് വീട്ടിൽ മോദക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഗണേശ് ചതുർത്ഥി. ഇനി നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്